ദൈവത്തിന് മഹത്വം. യൂദ തെറ്റുകാരനോ? അതാണ് ഇന്നത്തെ ചിന്താ വിഷയം. ദൈവത്തിൻ്റെ മുന്നറിവിനെയും മുൻനിർണയത്തെയും പറ്റി അറിവില്ലാത്തവർ ചോദിക്കുന്നൊരു ചോദ്യമാണ്. എല്ലാം ദൈവം നിശ്ചയം അനുസരിച്ചാണ് നടക്കുന്നതെങ്കിൽ പിന്നെ യൂദാസിനെ എന്തിന് കുറ്റം പറയണം? യൂദ ഒറ്റിക്കൊടുക്കണമെന്നത് ദൈവ വിധി ആയിരുന്നില്ലേ? ക്രിസ്ത്യ വിശ്വാസത്തിലുള്ളവർ മറ്റു പല വിശ്വാസങ്ങളിൽ നിന്നും വന്നവരാണ്. അവരുടെ മുൻ വിശ്വാസങ്ങൾ പലതും ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷവും തുടരുന്നതായി നാം കാണുന്നു. പല വിശ്വാസങ്ങളിലും തലവിധി, തലേവര എന്നൊരു സങ്കല്പമുണ്ട്. ഓരോരുത്തരുടെയും എല്ലാ കാര്യങ്ങളും മുൻനിർണയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്താലും അതിനെ മാറ്റാനാവില്ല, വിധിയെ തടയാൻ കഴിയില്ല. അതിന് തെളിവായി ഏതെങ്കിലും ബൈബിൾ വാക്യം തപ്പിയെടുത്ത് സാധൂകരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു വാക്യമാണ് എബ്രായർ 9-27 വാക്യം. ഒരിക്കൽ മരിക്കയും എന്നുള്ള ആ വാക്യം. പലരും വിചാരിക്കുന്നത് മരണ ദിവസം അല്ലെങ്കിൽ തീയതി, അതിൻ്റെ വിധം, സ്ഥലം എല്ലാം മാറ്റമില്ലാതെ കുറിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെയല്ല ആ വാക്യം പറയുന്നത്. ജീവിതം പോലെ മരണവും, മരണം പോലെ ന്യായവിധിയും ഉറപ്പാണ് എന്ന് മാത്രമാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ഹ്രസ്വ പഠനം ഇട്ടിട്ടുണ്ട്. ദൈവം നമ്മളെ എങ്ങനെയാകണം എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് എഴുതി വെച്ചിട്ടില്ല. എല്ലാവരുടെയും കാര്യം ദൈവത്തിന് അറിയാം, നമ്മുടേതും അറിയാം എന്നതാണ് വാസ്തവം. ഒരു കൊച്ചുകുട്ടി ഒരു ചുറ്റുമതിലിന് മുകളിൽ കയറി എന്നിരിക്കട്ടെ. അത് അതിൽ കൂടെ നടക്കുകയാണെന്ന് സങ്കല്പിക്കുക. കുട്ടി മതിലിൻ്റെ അറ്റത്തെത്തുമ്പോൾ കുട്ടിയുടെ അച്ഛൻ താഴെ നിന്ന് വിളിച്ചു പറയുന്നു, മോനെ ഇനി നീ കാലെടുത്ത് വയ്ക്കരുത്. പക്ഷെ ആ കുട്ടി അതനുസരിക്കാതെ കാലെടുത്ത് വെച്ച് താഴെ വീണാൽ അച്ഛൻ പറഞ്ഞതുകൊണ്ടല്ല കുട്ടി വീണത്. അച്ഛൻ മുന്നറിവ് ഉണ്ടായിരുന്നു. അതുപോലെ ദൈവം നമ്മൾ എന്താകുമെന്ന് മുൻ അറിഞ്ഞിരിക്കുന്നു. മുന്നറിവും മുൻ നിർണയവും രണ്ടും രണ്ടാണ്. നമ്മുടെ കാര്യവും ഇങ്ങനെയാണ്. നാം ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇതായിരുന്നു എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന് നാം അറിയുകയാണ് ചെയ്യുന്നത്. ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവം നമ്മെ അതിനായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.